ശങ്കരൻ ചേട്ടന്റെ അസുഖങ്ങൾ എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയാണ് ചികിത്സ? വലിയ കുറവുണ്ട് ബാബു. ചികിത്സകളെല്ലാം ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ഹോസ്പിറ്റലിലുമാണ്. അവിടെ എല്ലാം ഡോക്ടർമാരുടെയും മരുന്നുകളും എല്ലാ സൗകര്യവും നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ? ചേട്ടന്റെ മകൾ ഗോപിക ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവൾ ഗോപിക അല്ല, അവളിപ്പോ നമ്മുടെ ഗോപിക ടീച്ചറാ. ഒന്നേ സർക്കാർ പള്ളിക്കൂടത്തിൽ അവൾ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അരക്കൊല്ലമായി ജോലി കിട്ടിയിട്ട്. അവൾ വരുന്നുണ്ടല്ലോ. ഗോപിക്ക് സർക്കാർ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടിയില്ലേ? നിയമനങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണല്ലോ അറിഞ്ഞത്. ചേട്ടാ, കേരളത്തിൽ PSC വഴി 10,000 കണക്കിന് നിയമനങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ ലിസ്റ്റിലുള്ള എല്ലാവരും ജോലിക്ക് കയറി. എന്റെ കൂട്ടുകാരിൽ മിക്കവരും വിവിധ സർക്കാർ സർവീസുകളിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് 2.5 ലക്ഷത്തിലധികം നിയമനങ്ങളാണ് സർക്കാർ PSC വഴി നടത്തിയിരിക്കുന്നത്. മുന്നേയുള്ള UDF ഗവൺമെന്റ് കാലത്ത് എന്തായിരുന്നു സ്ഥിതി? അപ്രഖ്യാപിത നിയമന നിരോധനമായിരുന്നില്ലേ? കേന്ദ്ര സർവീസ് നോക്ക്, എല്ലായിടത്തും കരാർ നിയമനങ്ങളാണ്. ഒറ്റ തസ്തികകൾ പോലും സ്ഥിര നിയമനം നടത്തുന്നില്ല. മറ്റ് സ്റ്റേറ്റുകൾ നോക്കിയാലോ, എല്ലായിടത്തും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും അധ്യാപകരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പിന്നെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് കാണണ്ട. അത് ശരിയാ, സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ എല്ലാം ഹൈടെക് ആയി. 7,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നപ്പോ കുട്ടികൾ സ്കൂളിലേക്ക് ഒഴുകിയെത്തി. ധാരാളം അധ്യാപക നിയമനങ്ങൾ യാഥാർത്ഥ്യമായി. തെക്കേതിലെ ജോസഫിന്റെ മകൾ, വടക്കേതിലെ തോമസിന്റെ മകൾ, പഴയറ്റിയിലെ ശങ്കരന്റെ മകൾ, എന്തിനേറെ പറയുന്നു എന്റെ അനന്തരവൽ ലത ഉൾപ്പെടെ അങ്ങനെ എത്രയെത്ര കൊച്ചുങ്ങൾക്കാ ഇപ്പോൾ സർക്കാർ സർവീസിൽ ജോലി കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്വകാര്യ സംരംഭങ്ങൾ വേറെയും. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഫണ്ട് വെട്ടിക്കുറക്കുകയും നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരള സർക്കാർ യുവാക്കൾക്ക് തൊഴിൽ നൽകി മുന്നോട്ട് വരുന്നത് ഒരു വലിയ അതിശയം തന്നെയാണ്. രാത്രി ഉറക്കമുളച്ചും അവസാനത്തെ ഒഴിവും കണ്ടെത്തി അഡ്വൈസ് അയച്ചത് നമ്മുടെ മുന്നിലുള്ള ചരിത്രമല്ലേ? അതെ ചേട്ടാ, കേന്ദ്ര അവഗണനയ്ക്കെതിരെയും കേരള സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഞങ്ങളുടെ സംഘടന KSTA ഓഗസ്റ്റ് 2 ശനിയാഴ്ച ജില്ലാ മാർച്ച് നടത്തുകയാണ്. ഞാനും എന്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തൊഴിൽ തന്ന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കേന്ദ്രത്തോട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഞങ്ങൾ പോകുന്നു. സമരഭൂമിയിൽ പിറവി കൊണ്ടൊരാരുധിരതാരങ്ങളെ വരികയായിതാ വഴി നയിച്ചൊരീ പാതയിൽ ഞങ്ങളും